നമസ്കാരം. നമശിവായ. ഞാൻ അഷ്ടമൂർത്തി ക്ഷേത്രം ആചാര്യൻ കെ നമ്പൂതിരിയാണ്. ജ്യോതിഷത്തിലെ ഒരു സുഹൃത്ത് പറഞ്ഞൊരു കാര്യമാണ് ഞാനത് ഓർത്ത് അതിനൊരു മറുപടി ഇട്ടതാണ്. ഒരാൾ ചോദിച്ചാണ്, നമ്മളിപ്പോൾ ഈ മാന്ത്രികത്തിൻ്റെ പല പൂജകൾക്കും ചെയ്യുന്ന ഹോമവസ്തുക്കൾ അതിന് പകരം നമുക്ക് മറ്റെന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന്. പക്ഷെ പല ദേവതകൾക്കും പറഞ്ഞിരിക്കുന്ന വസ്തു തന്നെയാണ് നമ്മൾ പിന്നെയും ചെയ്യാൻ ശ്രമിക്കാറ്. പക്ഷെ ചിലർ അതിന് പറയും നെയ്യ് ഹോമിച്ചാൽ മതി, അല്ലെങ്കിൽ എന്താ പറയുക ഇത്തിരി എണ്ണ ഹോമിക്കുന്നത് കണ്ടിട്ടുണ്ട്. അവണൊക്കെ അത് ഇതിൻ്റെ മാത്രം വേപ്പൻ ചുമതയില്ലാതെ വേപ്പെണ്ണ മാത്രം ഹോമിക്കുന്നത് കണ്ടിട്ടുണ്ട്. അങ്ങനെയൊക്കെ കണ്ടിട്ടുണ്ട്. അത് ഗുരുപദേശം അനുസരിച്ചായിരിക്കാം. പക്ഷെ എൻ്റെ ഗുരുപദേശം എനിക്ക് ആ വസ്തുക്കൾ കൃത്യമായിട്ട് എന്താ പറയുക ഹോമിക്കണം എന്ന് തന്നെയാണ്. ഒന്നിന് പകരം മറ്റൊന്നും ഉപയോഗിച്ചിട്ട് കാര്യമില്ല. കൃത്യമായ വസ്തുക്കൾ ഉപയോഗിച്ചാൽ നമുക്ക് കൃത്യമായ ഫലമുണ്ടെന്ന് പൂർവ്വര് പറയുന്നു. ഇപ്പം എന്താ പറയുക, നമ്മൾ പാൽപ്പായസം കഴിക്കുന്നവർക്ക് പാൽപ്പായസത്തോട് തന്നെയായിരിക്കും പ്രിയം എന്ന് പറയുന്നത് പോലെ അവർക്ക് വെള്ളം നൈത്യം കിട്ടിയാൽ മതിയാവുമെന്ന് വെച്ചാൽ ചിലപ്പോൾ കുറച്ചൊക്കെ സ്വീകരിക്കുമായിരിക്കും. പക്ഷെ അത് പൂർണ്ണ തൃപ്തി വരാനുള്ള സാധ്യത കുറവാണ്. അതുപോലെയാണ് പല കാര്യങ്ങളും. അതുപോലെയാണ് നമ്മുടെ ഒരു സുഹൃത്തിനുണ്ടായ ഒരു അനുഭവമാണ് പെട്ടെന്ന് എൻ്റെ ഓർമ്മയിൽ വന്നതാവുകയും ചെയ്തു. ഇത് ആൾ സംസാരിച്ചപ്പോൾ ഞാൻ പറയുകയും ചെയ്തു. കാരണം ചില അപൂർവ വസ്തുക്കൾ ഹോമിക്കേണ്ടി വരും ചിലപ്പോൾ. ഞാൻ കടലാടി കണ്ടിട്ടുണ്ട്, വലിയ കടലാടി ചെറിയ കടലാടിയൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ നമ്മളെന്താ പറയുക, തമിഴ്നാട്ടിലൊരു സ്ഥലത്ത് പോയപ്പോഴാണ് ഒരു ഹോമത്തിന് കാട്ടുകടലാടി ഉപയോഗിക്കണമെന്ന് കണ്ടത്. അതിൻ്റെ പേര് കാട്ടുകടലാടി എന്നാണെന്നും ഇത് മറ്റതിൻ്റെ പോലെ ഉണങ്ങാൻ പറ്റില്ല എന്നത്, വെട്ടിക്കഴിഞ്ഞാൽ ഒരു 3 ദിവസത്തിനുള്ളിൽ ഹോമിക്കണമെന്നും അല്ലെങ്കിൽ ചീഞ്ഞു പോകുന്നു. അങ്ങനൊരു വസ്തു തന്നെ ഞാൻ ആദ്യമായിട്ടാണ് കാണേണ്ടത്. പിന്നെ അദ്ദേഹത്തോട് ചോദിച്ച് മനസ്സിലാക്കി അതിൻ്റെ ഗുണം എന്താണ്, ദോഷം എന്താണ്, അതെങ്ങനെയാണ് ചെയ്യേണ്ടത്, അതിൻ്റെ പ്രവർത്തികൾ എങ്ങനെയാണെന്നൊക്കെ ചോദിച്ച് മനസ്സിലാക്കി. നാളെ എൻ്റെ ഒരു സുഹൃത്തിനുണ്ടായ ഒരു അനുഭവമാണ്. ഒരു പൂജയ്ക്ക് സാധനങ്ങളൊക്കെ ഒരുക്കി അവർ അഡ്വാൻസ് കൊടുത്തു. സാധനങ്ങളൊക്കെ ഇതുപോലത്തെ ചെയ്യുന്ന സാധനങ്ങളും പലതുമാണ്. കൊറിയറിൽ ഇവിടുന്ന് ബാക്കി ക്യാഷ് ഓൺ ഡെലിവറിക്ക് കൊറിയറിൽ ഇവിടുന്ന് അയച്ചു പുറത്തുനിന്ന്. ഇവിടെ വന്നു ബാക്കി കാശ് കൊടുക്കാൻ ഈ പാർട്ടി കാശ് എത്തിച്ചു കൊടുത്തിട്ടില്ല. ഒരാഴ്ച ഇവിടെ ഇരുന്നിട്ട് പാർട്ടി കാശ് കൊണ്ട് കൊടുത്ത് സാധനം എടുത്തപ്പോൾ മുഴുവൻ ചീഞ്ഞിരിക്കുന്നു. കാരണം ചമതകൾ പലതും വെട്ടി അപ്പം വരുന്ന മാന്ത്രിക ഹോമങ്ങൾക്ക് ഉപയോഗിക്കുന്ന അധികവും ഉണങ്ങിയതല്ല ഉപയോഗിക്കുക എന്ന് മാന്ത്രികരായിട്ടുള്ളവർക്കറിയാം. പലതും പച്ച തന്നെ ഉപയോഗിക്കും. അതൊക്കെ ചീഞ്ഞിരിക്കണം. ആ പാർട്ടി പറഞ്ഞ് ഞങ്ങൾ കാശ് തന്നില്ല, ഞങ്ങൾക്ക് ഇനി എന്താ അറിയണ്ടതെന്ന്. പക്ഷെ എന്തായി, സമയത്തിന് കൊടുക്കാത്തതുകൊണ്ട് കൃത്യമായിട്ട് ചെയ്യാനും ആൾക്ക് പറ്റാണ്ടായി. ആളെ സംബന്ധിച്ചുള്ള ആ സാധനങ്ങൾ ഉപയോഗിക്കാൻ പറ്റില്ല, ചീഞ്ഞു, വീണ്ടും ഉപയോഗിക്കേണ്ടി വന്നു. അങ്ങനെ പല മാന്ത്രികർക്കും പലതരം ബുദ്ധിമുട്ടുകൾ വരുന്നുണ്ട് ഇതിൻ്റെ പേരിൽ. അപ്പോൾ അവരും പിന്നെ പ്രാവശ്യം ചെയ്യുമ്പോൾ പലരും അതിനനുസരിച്ച് ചെയ്യില്ല, ഉടായിപ്പൊപ്പിക്കാൻ നിൽക്കും. കാരണം അവരിൽ കാശില്ല. പലർക്കും ഒരു ദിവസം പണിയെടുത്ത് അതിൻ്റെ ആ ഒരു കൂലി പോലെയാണ് പലർക്കും കൊടുക്കുന്നത്. എന്താ കൂലിക്കാരെ നിർത്തുന്ന പോലെയാണ് മാന്ത്രികരുടെ പ്രവൃത്തിയെ പലരും കാണുന്നത്. അതും ശരിയല്ല. നമുക്ക് വേണ്ടി നമ്മുടെ കുടുംബം നിലനിർത്താൻ വേണ്ടി കർമ്മം ചെയ്യുന്നവരെ നമ്മളത്ര മോശമായിട്ട് കാണാൻ പാടില്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ദേവദത്തമായിട്ടുള്ളതാണ് മാന്ത്രിക വിദ്യകൾ, മനുഷ്യന്മാരായിട്ട് ഉണ്ടാക്കിയതൊന്നുമല്ല. പക്ഷെ അതിനെ വേണ്ട രീതിയിൽ ചെയ്യുകയും വേണ്ട ഉപാസനകൾ നടത്തുകയും ചെയ്തവന് ഫലം ഉണ്ടാവും. പലരും പല ഡയലോഗുകൾ, ഉപ്പോളം വരില്ല ഉപ്പിലിട്ടത് എന്ന് പറയുന്ന പോലെയാണ് ശരിയായ മാന്ത്രികം ചെയ്യുന്നവനെ പോലെ വരില്ല ഉഡായിപ്പ് വരുന്നത് എന്ന് മാത്രം. അതും ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ് അതിൽ. അതുപോലെ തന്നെയാണ് സർവം ശിവമയമായി കണ്ടിട്ടാണ് ഒരുവിധപ്പെട്ട എല്ലാവരും ഈശ്വരസേവ ചിന്ത, എല്ലാം ഈശ്വരനാണ് എന്നുള്ള സങ്കല്പത്തിൽ തന്നെയാണ് പൂജകളും കാര്യങ്ങളൊക്കെ കൊണ്ടുപോകുന്നത്. പക്ഷെ എന്താ പറയുക, ചെയ്യേണ്ടി വരുമ്പോൾ ചിലതൊക്കെ അവർ അംഗീകരിക്കാത്ത ഓരോ രൂപത്തിലായി പോകും. ഓരോ ഗുരുക്കന്മാർ പറഞ്ഞു തരുന്ന ഓരോ ആചാരങ്ങളും പൂർണ്ണമാണെന്ന് വിശ്വസിക്കുന്നവനാണ് ഞാൻ. അതാ ഗുരു സമ്പ്രദായമാണ്. മന്ത്രം കൊണ്ടായാലും തന്ത്രം കൊണ്ടായാലും മറ്റ് വിദ്യകളെ കൊണ്ടായാലും ഒക്കെ തന്നെ ഓരോ ഗുരുക്കന്മാർക്കും ഓരോ ആചാര സമ്പ്രദായമാണ്. ഞാൻ പറഞ്ഞു, ഞാൻ പ്രത്യങ്കര ഹോമത്തിന് കടലാടി ഹോമിക്കുമ്പോൾ വേറെ ചിലർ ഞാൻ വേപ്പ് ജമത ഹോമിക്കുന്ന കണ്ടിട്ടുണ്ട്. എന്നാലർത്ഥം അത് തെറ്റാണെന്ന് അർത്ഥമുണ്ടോ? ഞാൻ ജപിക്കുന്ന രീതിയല്ല വേറെ ചിലർ ജപിക്കാൻ ഉപയോഗിക്കുന്നത്. എന്നാലർത്ഥം ഞാൻ നാളെ അത് തെറ്റാണെന്ന് പറയുന്നതിന് അർത്ഥമുണ്ടോ? ഓരോരുത്തരും ഓരോ രൂപത്തിലൂടെ ഒരു മന്ത്രസിദ്ധികൾ ഉണ്ടാക്കി, ഒരു എനർജി ഉണ്ടാക്കി
അതുവഴി മറ്റുള്ളവരുടെ കാര്യം നടത്തി കൊടുക്കുന്നുണ്ടെങ്കിൽ ഏത് രൂപമായാലും അവരെ കാര്യം നടന്നാൽ മതി. അതിന് പലപ്പോഴും ജ്യോതിഷിയുടെ അടുത്തേക്ക് വരുമ്പോൾ ഇവർ ചെയ്യുന്നൊരു സുഖമുണ്ട്, അവനവൻ്റെ കുറ്റങ്ങൾ മുഴുവൻ ഒളിച്ചു വയ്ക്കും. അത് വേണമെങ്കിൽ ജ്യോതിഷി കണ്ടെത്തി ക്ലിയർ ചെയ്തോട്ടെ എന്ന്. ഈ ജ്യോതിഷിയുടെ ഈ മാന്ത്രികൻ്റെ അത്യാവശ്യമാണ് ഇവരെ നേരെയാക്കി കൊടുക്കലെന്ന് വെച്ചാൽ ശരിയാവുമോ? അതിന് പകരം അവർക്ക് രക്ഷപ്പെടണം എന്ന് ആഗ്രഹിച്ചാൽ രക്ഷപ്പെടാമെന്നല്ലാതെ അവർ ഒരു സഹകരണവും ഇല്ലാതെ ബാക്കിയുള്ളതൊക്കെ ജ്യോതിഷി ചെയ്യേ, മാന്ത്രികൻ ചെയ്യേ എന്ന് പറയുന്നതേ തെറ്റല്ലേ? നമുക്കാണ് രക്ഷപ്പെടേണ്ടത്. അവിടെ കാണുന്ന നിമിത്തങ്ങളെ സത്യസന്ധമായിട്ട് അന്വേഷിച്ച് ബോധ്യപ്പെട്ട് നമ്മൾ ചെയ്താൽ നമുക്ക് അതിൻ്റെ ഗുണം ഉണ്ടാവും, ചെയ്തില്ലെങ്കിൽ അതിൻ്റെ ദോഷം ഉണ്ടാവും. അപ്പോൾ നമ്മളത് ശ്രദ്ധിച്ചാൽ നമുക്ക് ഗുണമുണ്ട്, ഇല്ലെങ്കിൽ നമുക്ക് അബദ്ധം പറ്റും. അത്രയേ ഉള്ളൂ അതൊക്കെ. അതുപോലെ ഒരു കർമ്മിക്ക് നമ്മളെ സഹായിക്കാൻ പറ്റണമെന്നുണ്ടെങ്കിൽ നമ്മളതിനുള്ളൊരു അർഹത നേടണം. അതിപ്പോൾ ഏത് വിഭാഗത്തിൽപ്പെട്ട കർമ്മിയായാലും, ബ്രാഹ്മണനായാലും ക്ഷത്രിയനായാലും വൈശ്യനായാലും ശൂദ്രനായാലും ഉള്ളാടനായാലും പുറമേ നിന്നുള്ളായാലും നാലാം വേദക്കാരനായാലും, ഇനി അതല്ല ക്രൈസ്തവത്തിൻ്റെ ആയാലും ഏതിൻ്റെ ആയാലും നമുക്കതിൻ്റെ ഒരു ഫലം കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ അതിനുള്ളൊരു അർഹത നേടണം. നമ്മൾ ഈശ്വര പ്രാർത്ഥന കുറേശ്ശെങ്കിലും നമ്മൾ ചെയ്യണം. നമ്മളൊന്നും ചെയ്യില്ല, മറ്റുള്ളവരെല്ലാം ചെയ്തു തരണം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നടന്നൊന്നും വരില്ല. അതുകൊണ്ട് നമ്മളും കുറച്ചൊക്കെ മെനക്കിടുക, കുറച്ച് ജപവും പ്രാർത്ഥനയും ചെയ്യുകയും അവർ വേണ്ട രീതിയിൽ ചെയ്യുകയും ചെയ്താൽ ഫലം ഉണ്ടാവും. വേറെ ചിലരോട് യന്ത്രമൊക്കെ സ്ഥാപിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് ഏറ്റവും കുറവിൽ കിട്ടുക എന്നാണ് നോക്കണേ. ഈ കുറവ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? അതിലെ വസ്തുക്കൾ കുറയ്ക്കുക എന്നുള്ളത് തന്നെയാണ്. അതിലെ നിവേദ്യങ്ങൾ പൂജകളുടെ എണ്ണമൊക്കെ കുറയ്ക്കുക എന്നുള്ളതാണ്. പണ്ട് കാരണവന്മാർ പറയും 41 ദിവസം പൂജിച്ചിട്ട് വേണം ഒരു യന്ത്രം കൊടുക്കാനെന്ന്. ഇന്നിപ്പോൾ പലരുടെ അടുത്തും ചെന്ന് പറഞ്ഞാൽ എന്താ പറയുക, കടയിൽ നിന്നൊരു തകിടും കൂടും മേടിക്കുക, നിറയ്ക്കുക, ഒന്ന് തളിച്ച് ശുദ്ധീകരിച്ചു എന്ന് കാണിക്കുക, കയറി കൊടുക്കുക. അവർ പറയുന്നത് 500, 1000, 2000 നമുക്ക് കിട്ടണേ, അതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യുക. അതുപോലെ അധപതിച്ച് കഴിഞ്ഞു ഇന്നത്തെ ഈ ഒരു പറയുക ശുദ്ധവിദ്യ. ശുദ്ധിയാണോ ശുദ്ധാണോ എന്നുള്ളതൊക്കെ ഓരോരുത്തർ തീരുമാനിച്ചിട്ട്, എന്നെ സംബന്ധിച്ചുള്ള ശുദ്ധവിദ്യയാണ്. കാരണം മനസ്സുകൊണ്ട് ആത്മാർത്ഥമായിട്ട് ചെയ്യുന്ന ഏതും ശുദ്ധവിദ്യയാണെന്ന് കരുതുന്നവനാണ് ഞാൻ. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. കാരണം എല്ലാം സ്വസ്തി പ്രജാഭ്യമായിട്ട് ചെയ്യണം എന്നുള്ളതാണ് എൻ്റെ ഒരു മനസ്സ്. കാലഭൈരവമായാലും പ്രത്യങ്കരയായാലും ഗഡ്ഗരാവണായാലും നിർവരാഹീകർമ്മങ്ങളായാലും അർദ്ധനാരീശ്വരായാലും ഏത് വിദ്യയും നമ്മൾ എന്ത് ചെയ്യണം? ശുദ്ധമായിട്ടും കൃത്യമായിട്ടും ചെയ്യണം. അതാണ് എൻ്റെ തത്വം. അങ്ങനെ ചെയ്താൽ മാത്രമേ എൻ്റെ ഗുണം ഉണ്ടാവുള്ളൂ. നമ്മൾ വിചാരിക്കുന്നതിനേക്കാളും ഉത്തമമായ ഭാവത്തിലും കൃത്യമായ ഭാവത്തിലും നമുക്കത് ചെയ്യാൻ പറ്റും. അപ്പം അതിന് വേണ്ട കാര്യങ്ങൾ മനസ്സറിഞ്ഞ് ചെയ്യുന്ന ഏത് മാന്ത്രികനും അതിൻ്റെ ഫലം ഉണ്ടാവും, അത് സ്വീകരിക്കുന്ന വ്യക്തിക്കും ഫലം ഉണ്ടാവും. കാരണം നമുക്ക് മാന്ത്രികം ഇരുട്ടോണ്ട് ഒട്ടടയ്ക്കുന്നതാവരുത് എന്നുള്ളതാണ് എൻ്റെ പക്ഷം. എല്ലാവർക്കും നന്മയുണ്ടാവട്ടെ. അടുത്ത ചോദ്യത്തിൻ്റെ ഉത്തരം അടുത്തൊരിതിലായിട്ട് വരുന്നതാണ്. ഹരനമ പാർവതീപതേ ഹര ഹര മഹാദേവ ശംഭോ രുദ്ര മഹാദേവ. അഷ്ടമൂർത്തി ക്ഷേത്രത്തിൻ്റെ നമ്പർ മാറിയിട്ടുണ്ട്. 9846200533 എന്ന നമ്പറാണ് ഇപ്പോൾ അഷ്ടമൂർത്തി ക്ഷേത്രത്തിന് വരുന്നത്.